ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ് മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ. ഓഹോ റന്താണെന്താ. ഇന്ന് നമ്മൾ സീസൺ 1 അവസാനത്തെ 10ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം റെയ്നിസ് ഡ്രാഗണുമായി ആലിസന്റിനെ കൊല്ലാതെ ആ കൂടാരത്തിൽ നിന്ന് പറന്നുപോയി. എത്രയും പെട്ടെന്ന് ഡ്രാഗൺ സ്റ്റോണിൽ ചെന്ന് റെനേറയെ വിവരം അറിയിക്കണം. അവിടെ വെച്ച് അവസാനിച്ചു. ഇനി ഈ എപ്പിസോഡ് കാണാം. 10ാമത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ. ഡ്രാഗൺ സ്റ്റോണിലെ റെനേറയുടെ ഇളയ മകൻ ലുസേരിയസ് വെലാരിയൻ. ചുമ്മാ വെലാരിയൻ എന്ന് പേരൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥ തന്ത ബറാത്തിയൻ കുടുംബത്തിൽപ്പെട്ടതാ. എന്തേലും ആവട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ അടിയുണ്ടാക്കണ്ട. എന്തായാലും അമ്മയുണ്ടല്ലോ. അമ്മ മകന്റെ അടുത്തേക്ക് വരുമ്പോൾ മകൻ വിഷമത്തോടെ പറയും, അമ്മേ, സീസ്നേക്ക് അതായത് വെലാരിയൻ മരിക്കാൻ പോവാണോ? അതേ, എവിടെയാണ്? സുഖമില്ലല്ലോ. എനിക്കെന്തായാലും ടൈഡ്സിന്റെ ലോഡാവാൻ പറ്റില്ല. എനിക്ക് ഷിപ്പ് കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ വരും. ഞാൻ എങ്ങനെയാണ് ഒരു കപ്പിത്താനാവുന്നു? കപ്പലിന്റെ പട നയിക്കുന്നു. എനിക്ക് ഡ്രിഫ്റ്റ് മാർക്ക് വേണ്ട, അത് സർ വേമെന്റിന് കൊടുത്തേക്കോ. എനിക്ക് വേറെ വല്ല സാധാരണ വാല്യൂം തന്നാ മതി. എന്നെ കൊണ്ട് പറ്റില്ല അമ്മ. അത് കേട്ട് അമ്മ പറയും, മോനെ, നമ്മുടെ ഡെസ്റ്റിനി നമ്മളല്ല ചൂസ് ചെയ്യുന്ന, ഡെസ്റ്റിനിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. വിധിപ്രകാരമല്ലേ നടക്കുള്ളൂ. ഞാൻ ഒരിക്കലും ഈ 7 കിങ്ഡംസിന്റെ റാണിയാവാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അതെന്റെ ഡ്യൂട്ടിയാണ്. നമുക്ക് ഈ ഡ്യൂട്ടി ചെയ്തേ മതിയാവൂ. അതിലൂടെ നമ്മൾ സന്തോഷം കണ്ടെത്താം. അത് കേട്ട് മോൻ പറയും, പക്ഷെ ഞാൻ അമ്മയെ പോലെയല്ല. അമ്മയെ പോലെ ഇത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. എനിക്കൊന്നും അറിയില്ലല്ലോ അമ്മേ. അത് നിർണീറ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനുണ്ടായിരുന്നു, എല്ലാം പറഞ്ഞു തരാനും എന്നെ നയിക്കാനും. അതേപോലെ നിനക്ക് നിന്റെ അമ്മയുണ്ട്, നിന്നെ നയിക്കാൻ. മോൻ പേടിക്കാതെ. അപ്പോഴാണ് ഒരു ഗാർഡ് വന്നിട്ട് പറയാ, പ്രിൻസസ്, മറ്റൊരു പ്രിൻസസ് വന്നിട്ടുണ്ട്. റെയ്നിസ് വന്നിട്ടുണ്ട്. റെയ്നിസ് അടിച്ചു കയറി അകത്തേക്ക് വരുന്നു. എന്താ അമ്മായി, സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മായി പറയാണ്, വിസേരിസ്, നിന്റെ തന്ത മരിച്ചടി, ഡെഡ്. അദ്ദേഹം നല്ല മനസ്സുള്ള മനുഷ്യനായിരുന്നു, ഒരു പാവത്താൻ. റെനേറ എന്താ പറയണ്ടേന്നറിയാതെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ റെയ്നിസ് വീണ്ടും പറയും, അത് മാത്രമല്ല, വിസേരിസ് മരണപ്പെട്ട പിറ്റേന്ന് രാവിലെ തന്നെ അവര് ഏകണ രാജാവായിട്ട് വാഴിച്ചു കഴിഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ചതിക്കായിരുന്നല്ലോ എന്ന വേദന കൊണ്ട് ഗർഭിണിയായിരുന്ന റെനേറയുടെ വയറ്റിലെ കുഞ്ഞിന് എന്തോ ഒരു അപകടം പറ്റുന്നുണ്ട്. അവൾക്ക് വേദന തുടങ്ങും. ഡേമൺ, ചേട്ടനെ നഷ്ടപ്പെട്ട ഡേമൺ ചോദിക്കുകയാണ്, എങ്ങനെയാണ് വിസേരിസ് മരണപ്പെട്ടത്? റെയ്നിസ് പറയും, എനിക്കറിയില്ല, ന്യൂസ് കിട്ടിയത് മാത്രമേ ഉള്ളൂ. അപ്പൊ റെനേറ, ആലിസന്റ് നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ഏകണ വാഴിക്കാൻ പറഞ്ഞോ? റെയ്നിസ് പറയും, അതെ, എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ അവളെ റെഫ്യൂസ് ചെയ്തു. അതിന് ഡേമൺ റെഫ്യൂസ് ചെയ്തിട്ട് താൻ ജീവനോടെ ഇവിടെ വന്നിരിക്കുന്നു. റെയ്നിസ് പറയും, ഞാൻ എൻ്റെ ഡ്രാഗണുമായി അവരെ എതിർത്ത് ഇങ്ങോട്ട് പറന്നു വന്നതാണ്. പക്ഷെ അതിന് തൊട്ട് മുന്നേ ഞാൻ കണ്ടിരുന്നു, കിങ്സ് ലാൻഡിങ്ങിലെ ജനങ്ങളെ മുൻനിർത്തി അവര് ഏകണ രാജാവായിട്ട് വാഴിച്ചു കഴിഞ്ഞു. ഇത് കേട്ട ഡേമൺ, ആ പിഴച്ചവൾ എന്റെ ചേട്ടനെയും കൊന്ന് എന്റെ കുടുംബത്തിന് അവകാശപ്പെട്ട രാജ കസേരയും അടിച്ചു മാറ്റി കവർന്നു. എന്നിട്ട് നീ അവരെ ഒന്നും ചെയ്യാതെ വെറും കൈയോടെ തിരിച്ചു വന്നിരിക്കുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് നിനക്ക് അവരെ കത്തിച്ച് കളഞ്ഞൂടായിരുന്നു. അത് കേട്ട് റെയ്നിസ് പറയും, നടന്നത് ചതി തന്നെയാണ്, അതിന് പ്രതിഫലം കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് എന്റെ യുദ്ധമല്ല. ഈ യുദ്ധം ആരംഭിക്കേണ്ടത് എന്റെ ജോലിയല്ല. ശരിയാണ്, ഇത് റെയ്നിസിന്റെ യുദ്ധമല്ല, റെനേറയുടെ യുദ്ധമാണ്. ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഹൗസിന്റെ കുടുംബത്തിന്റെ കടമയായിരുന്നു നിങ്ങളെ വാൺ ചെയ്യണമെന്നുള്ളത്. ഞാൻ അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് ഓടി വന്നത്. പച്ചപ്പട നിനക്ക് വേണ്ടി വരുന്നു റെനേറ, സൂക്ഷിച്ചിരിക്കൂ എന്ന് റെയ്നിസ് പറഞ്ഞു തീരുമ്പോഴേക്കും റെനേറയ്ക്ക് പ്രസവ വേദന തുടങ്ങി. അവളുടെ ശരീരത്തു നിന്നും രക്തം പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങും. കുഞ്ഞ് പുറത്തേക്ക് വന്നു തുടങ്ങി. എന്നാൽ മേസ്റ്റർ പറയും, മാസം തികഞ്ഞിട്ടില്ല, ഇപ്പൊ പ്രസവിക്കാൻ പാടില്ല, അത് ശരിയല്ല, കുഞ്ഞിന് ആപത്താണ്. പക്ഷെ കുഞ്ഞ് വന്നു കഴിഞ്ഞല്ലോ, ഇറ്റ്സ് ഫക്കിംഗ് ഹാപ്പനിങ്. അതിനെ എങ്ങനെ തടയും? കഴിയില്ല. സോ അവള് പ്രസവിച്ചേ തീരൂ. വേദന മുഴുവൻ പേറി ആരുടെയും സഹായമില്ലാതെ ജോലിക്കാരികളെല്ലാം ചീത്ത പറഞ്ഞ് മാറ്റി തള്ളിവിട്ട് ഇവള് തന്നെ പ്രസവിക്കുകയാണ് സ്വയം. ഒരുപക്ഷെ അച്ഛന്റെ മരണം, ഈ ചതി, അതിൻ്റെ എല്ലാം വേദന താൻ പേറണം എന്ന വിചാരത്തോടെ ആവാം. ഈ സമയത്ത് ഡേമൺ അവരുടെ സ്മോൾ കൗൺസിൽ വിളിച്ചുകൂട്ടി തൻ്റെ കൂടെയുള്ള ഗാർഡ്സിനോടൊക്കെ ഈ ഡ്രാഗൺ സ്റ്റോൺ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണം, സഹായത്തിന് ഏതെങ്കിലും ലോഡുമാരെ കിട്ടോ എന്നുള്ള ചർച്ചയിലായിരിക്കും. ഇവർക്ക് ആകെ 100-300 പേരേ ഉള്ളൂ. പച്ചപ്പട വലിയ പടയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തടുത്തു നിർത്താൻ കഴിയില്ല. ഈ ചർച്ച അവിടെ നടക്കവേ റെനേറയുടെ വിസേരിസ് പിള്ളേര് രണ്ടുപേരും വാൾപ്പയറ്റ് പഠിക്കുകയായിരിക്കും. മുത്തശ്ശി വന്ന് അമ്മയ്ക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ചെല്ലുമെന്ന് പറയും. ഇവരോടി അമ്മയുടെ അടുത്ത് ചെല്ലുന്നു. അമ്മ പിള്ളേരോട് പറയും, നിങ്ങളുടെ മുത്തശ്ശൻ മരണപ്പെട്ടു വിസേരിസ്. ആലിസന്റിന്റെ മകൻ ഏകണെ അവരടുത്ത രാജാവായിട്ട് വാഴിച്ചു. മക്കൾ അത് കേട്ടിട്ട്, അത് ചതിയല്ല അമ്മേ, ഞങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഡേമൺ എവിടെ? അമ്മ പറയും, ഡേമണ് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, നിങ്ങൾ ചെന്ന് അവനെ തടഞ്ഞു നിർത്തൂ. എന്നിട്ട് അമ്മ ജഹേരീസിനെ, മൂത്ത മകനെ വിളിച്ചിട്ട് പറയും, ജഹേരീസ്, എന്റെ പേരിൽ എനിക്ക് അവകാശപ്പെട്ടതല്ല, എന്റെ ക്ലെയിംസ് എല്ലാം തന്നെ നിനക്കുള്ളതാണ്. ഞാനാണ് റാണിയെങ്കിൽ എന്റെ അടുത്ത അവകാശി നീയായിരിക്കും, അത് ഓർമ്മയിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ മക്കളെ പറഞ്ഞു വിടുന്നു. അവര് ഡേമന്റെ അടുത്ത് വരുമ്പോൾ ഡേമൻ കനത്ത ചർച്ചയിലായിരിക്കും.
സീ സ്നേക്ക് വലിയ അപകടമൊക്കെ പറ്റി ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നറിയില്ല. പിന്നെ ആരൊക്കെയാണ് നമ്മളെ സഹായിക്കാനുള്ളത്? ലോർഡ് ഡാക്ലിൻ, മസേ, എല്ലാവർക്കും റേവൺ അയക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ജഹേരീസ് വന്നിട്ട്, മൂത്ത മോൻ വന്നിട്ട്, അമ്മ ഇപ്പോ ഒരു ആക്ഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. അവരെ പ്രസവം കഴിഞ്ഞിട്ട് മതി. അവരെ തീരുമാനങ്ങൾ എന്താണോ അത് ആക്ഷനായിട്ട് എടുത്താൽ മതി. അവര് നിങ്ങളോട് കാത്തിരിക്കാനാണ് പറയുന്നത്. ഇത് ഡേമൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവനെപ്പോഴും ചാടി പുറപ്പെടുന്ന സ്വഭാവമാണല്ലോ, ഒറ്റ ബുദ്ധി. എന്നാലും നല്ല മനുഷ്യനാണ്. പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും. ഡേമൺ ജഹേരീസിന്റെ അടുത്ത് വന്നിട്ട്, നിനക്ക് ശരിക്കുള്ള ലോയാലിറ്റി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, വാ, അപ്പോഴേ നീ പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവരെ കൂടെയുള്ള 2 കിങ്സ് ഗാർഡുണ്ട്. അവരെ കൊണ്ടുപോയി മലയുടെ മണ്ടേ നിർത്തി, നിങ്ങൾ കിങ്സ് ഗാർഡാണെന്ന് പറഞ്ഞ് ശപഥം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബവും നിങ്ങളും. ഇതുവരെ വിസേരീസ് ആയിരുന്നു. അത് കഴിഞ്ഞ് റനേറ എന്നാണ് വിസേരീസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പൊ അവർ ഏഗണ വാഴിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? റനേറയെ സപ്പോർട്ട് ചെയ്യുന്നു അതോ ഏഗണയാണോ വാഴിക്കാൻ തീരുമാനിക്കുന്നു? ഞാൻ നിങ്ങൾക്ക് ചോയ്സ് തരുന്നു. ഡീമന്റെ ആ ചുവന്ന ഡ്രാഗൺ കറാക്സസ് അതിങ്ങനെ ചീറ്റിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് വരാണ്. ഡീമൺ പറയും, ഇപ്പം എടുക്കാൻ നിങ്ങൾക്ക് തീരുമാനം. റനേറയ്ക്കാണോ നിങ്ങൾ മുട്ടുമടക്കുന്നത് അതോ ഏഗണോ? റനേറയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ജീവനോടെ പോകാം. അതല്ലെങ്കിൽ ഹോണറബിൾ ഡെത്ത്, മര്യാദയുള്ള മരണം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാം. എനിക്കതിൽ എതിർപ്പില്ല. സോ ഇവർക്ക് മനസ്സിലുള്ള കാര്യം പറയാം. അവിടെ വാഴിച്ച ഏഗണയെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നാണെങ്കിൽ മര്യാദയുള്ള മരണം, തീ മരണം കിട്ടും. അല്ല, റനേറയെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവരെ കൂടെ നിൽക്കാം. എന്നാൽ പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ പാടില്ല. അവിടെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇവിടെ ജോലിക്കാരൊക്കെ ഞങ്ങൾ സഹായിക്കാം രാജകുമാരി, ഞങ്ങൾ അടുപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. റനേറ സമ്മതിക്കില്ല. അവൾ ഒറ്റയ്ക്ക് ആ പേറ്റുനോവും കൊണ്ട് കുഞ്ഞിനെ പ്രസവിച്ചെടുക്കുകയാണ്. പക്ഷേ പ്രസവിച്ച കുഞ്ഞാണെങ്കിൽ സമയം തികയാതെ ഒരു ചാവ് പിള്ളയായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. വലിയ വേദനയായി. ഡീമൺ പാവം, അവന് കിട്ടിയ ആ ഒരു കുഞ്ഞും മരണപ്പെട്ടു. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി പോരാട്ടം അറിയില്ല. നമുക്ക് കാണാം ഇവിടെ റനേറ അമ്മ ജോലിക്കാരടുപ്പിക്കാതെ അവൾ തന്നെ സ്വയം കുഞ്ഞിനെ പൊതിഞ്ഞു കെട്ടാണ്. എന്നിട്ട് ഈ ഭാര്യയും ഭർത്താവും കൂടി, അല്ലെങ്കിൽ കൊച്ചച്ഛനും കുഞ്ഞുമോളും കൂടി അവരുടെ കുഞ്ഞിനെ സമാധിയിൽ വെച്ച് സംസ്കരിക്കും. അപ്പോഴും അപ്പൻ റനേറയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. അവന്റെ വിഷമമല്ല അവന് പ്രധാനം. അവളുടെ മനസ്സിലെന്താണ്, അവൾ എത്രമാത്രം വേദനിക്കുന്നു, അതായിരിക്കും അവന്റെ ചിന്ത. കുറച്ചുകൂടെ കട്ടിയുള്ളവനായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹമുള്ള ഒരു ഒറ്റബുദ്ധിക്കാരൻ. എന്തായാലും ഈ സമാധി ചടങ്ങ് നടക്കവേ നമ്മുടെ ട്വിൻസിലെ ഒരു ഗാർഡ് ഇവരടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, എനിക്ക് അവരുടെ ചതിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല റാണി. എന്നും ഞാൻ എൻ്റെ റാണിക്ക് കടപ്പെട്ടവനാണ്. അതറിയിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അവനൊരു കിരീടവും കൊണ്ടുവന്നിട്ടുണ്ട്. കൊട്ടാരത്തിൽ നിന്ന് അടിച്ചു മാറ്റി തോന്നുന്നുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ റാണിക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് കുടുംബം ഉണ്ടാവില്ല, കുട്ടികളും ഉണ്ടാവില്ല. എല്ലാ ഇമോഷൻസും മാറ്റിവെച്ച് ഞാൻ റാണിക്ക് വേണ്ടി അവസാനം വരെ പൊരുതും. ഡേമൺ ആ കിരീടം വാങ്ങി റനേറയുടെ തലയിലേക്ക് വെക്കുന്നു. എന്നിട്ട് മുട്ടുകുത്തി, മൈ ക്വീൻ, നിങ്ങളാണ് എൻ്റെ റാണി. എല്ലാവരും മുട്ടുകുത്തി റനേറയെ അവരുടെ റാണിയായിട്ട് വാഴിക്കുന്നു. ഒപ്പം വെലാരിയന്റെ പേരപ്പിള്ളേരുണ്ട്. വെള്ളമുടിയും ആഫ്രിക്കൻ അമേരിക്കൻ രൂപവും. നമ്മുടെ അക്ക അവിടെ നിന്ന് ചെറിയ പുഞ്ചിരി കൊടുക്കുന്നുണ്ട്. ഹായ് ചേച്ചി, എനിക്ക് നിങ്ങൾ ഇഷ്ടമായിട്ടോ, നൈസ്. അത് കഴിയുമ്പോൾ കൗൺസിൽ പുര അതവരൊരുക്കുന്നു. ലോഡുമാരെല്ലാം കൂടിയിട്ടുണ്ട്. ഈ മരപ്പലക 7 രാജ്യത്തിന്റെ മാപ്പിന് അടിയിലായിട്ട് അവർ തീ വയ്ക്കും. അപ്പോഴാണ് വെളിച്ചം കിട്ടുള്ളൂ. അവിടേക്ക് റാണി റനേറ ടാർഗേരിയൻ, ഫസ്റ്റ് ഓഫ് ഹെർ നെയിം, ക്വീൻ ഓഫ് ദ ആൻഡൽസ് ആൻഡ് റോൺറാൻ ദ ഫസ്റ്റ് മെൻ കടന്നു വരികയാണ്. ആർപ്പ് വിളികൾ ഉയരും. ലോർഡ് ഓഫ് ദ 7 കിങ്ഡംസ് ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ദ റളം, യുവർ ഗ്രേസ്. റാണി വന്നിട്ട്, നമ്മുടെ സ്റ്റാൻഡിങ് ഇപ്പം എങ്ങനെയാണ്? നമുക്ക് ആരൊക്കെയുണ്ട്? നമുക്ക് 30 നൈറ്റ്സും 300 മെൻ ആർമിയുണ്ട്, പിന്നെ കുറച്ച് ഡ്രാഗൺസും. നമ്മുടെ സഹായത്തിന് വേണ്ടി ഓൾറെഡി എല്ലാ ലോഡുമാർക്കും നമ്മൾ റേവൺ അയച്ചു കഴിഞ്ഞു. റനേറ പറയും, എൻ്റെ അമ്മ ആര്യൻ ഫാമിലി പെട്ടതാണ്. സോ വെയിൽക്കാർ നമ്മളെ സഹായിക്കും. അവർ നമുക്കെതിരെ തിരിയില്ല. പക്ഷേ ഈ ലോഡ് ഗ്രോവറല്ലേ, റിവറം, ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ട റിവറം, അതിൻ്റെ ലോഡുമാർ പണ്ടുകാലം മുതലേ നാറികളാണ്. അവന്മാർ അപ്പപ്പോൾ വാക്കുമാറും. സോ റിവറത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് റാണി പറയുന്നുണ്ട്. അപ്പൊ ഡേമൺ, ഞാൻ തന്നെ നേരിട്ട് ആ ലോഡിന് ചെന്ന് കാണാം. വാക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവൻ എന്ത് ട്രീറ്റ്മെന്റാ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം. പിന്നെ ഹൗസ് സ്റ്റാർക്ക്, അവരൊരിക്കലും നമുക്കെതിരെ തിരിയില്ല. നാണ്യമുള്ളവരാണ്. സ്റ്റാർക്കിന്റെ കൂടെയായിരിക്കും നോർത്ത് മുഴുവൻ. ആ നോർത്ത് മുഴുവൻ നമുക്ക് സപ്പോർട്ട് ചെയ്യും. പിന്നെ ബറാത്തിയന്റെ കടമ അവർ ചെയ്യുമോ എന്നുള്ളതും നമുക്ക് നോക്കാനുണ്ട്. മൂത്ത മോൻ ജഹേരീസ്, ഇവർക്ക് സപ്പോർട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഹൗസിന് മുകളിലായിട്ട് സപ്പോർട്ടിങ് കരുവും അല്ലാത്തവര് സപ്പോർട്ട് ഇല്ലാത്ത കരുവും വയ്ക്കും. സംശയത്തിലാണ് ആരാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയില്ല ഇവർക്ക്. എന്താണ് ഡ്രിഫ്റ്റ് മാർക്കിന്റെ അവസ്ഥ എന്ന് റനേറ ആന്റിയോട് ചോദിക്കുന്നുണ്ട്. ആന്റി പറയും, വെലാരിയന്റെ കപ്പൽ മുഴുവൻ വെലാരിയൻ പറയുന്നതനുസരിക്കുള്ളൂ. ഹസ്ബൻഡ് എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങേരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ഞാൻ ചെന്ന് ചോദിച്ചിട്ട് പറയാമെന്ന് പറയും. അതിന് റനേറ, സീ സ്നേക്കിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഡീമൻ പറയും, സീ സ്നേക്ക് വെലാരിയൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോ ലാനിസ്റ്റർമാരെ കൈ പിടിക്കും. കാരണം ലാനിസ്റ്റർമാരടുത്ത് അവരടുത്ത് ഇല്ലാത്ത പണമില്ല, അവരടുത്ത് ഇല്ലാത്ത കപ്പലുമില്ല. അത് വലിയ ടീമാ. ലാനിസ്റ്റർമാർ എന്തായാലും ഓട്ടോയുടെ കൂടെയാണ് നിൽക്കുള്ളൂ. പിന്നെ നമുക്ക് എന്താണ് ബലം? ഡ്രാഗൺസ്. പച്ചപ്പടയ്ക്ക് ആകെ 4 ഡ്രാഗൺസേ ഉള്ളൂ. ഡീമൻ പറയും, എന്നാൽ നമുക്ക് സെറാക്സ് ഉണ്ട്, കറാക്സസ് ഉണ്ട്, മെലീസിസ് ഉണ്ട്.
നിന്റെ മക്കൾക്കുള്ള വെർമാക്സ് അറാക്സ് ടെറാക്സസ്. പിന്നെ വെലാരിയൻ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് ബേലയ്ക്ക് മൂൺ ഡാൻസറും പിന്നെ മറ്റേ പെണ്ണിനേതോ വേറൊരു ഡ്രാഗണും. പിന്നെ കുറെ അൺക്ലെയിംഡ് ഡ്രാഗൺസും ഉണ്ട് ഇവരുടെ കയ്യിൽ. അതിനൊന്നും റൈഡേഴ്സ് ഇല്ല. റൈഡേഴ്സിനെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ആവുമ്പോൾ നമുക്ക് 13 അവർക്ക് 4 ഒരൊറ്റ പറക്കൽ മതി കിങ്സ് ലാൻഡിങ് മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കാൻ. അപ്പോൾ ഈ ട്വിൻസ് വന്നിട്ട് ഒരു ഷിപ്പ് വന്നിട്ടുണ്ട് മാഡം, അതിൽ പച്ചപ്പടയുടെ കൊടി ഞാൻ കണ്ടു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഉടനെ ഡേമൺ കത്തി എടുത്തിട്ട് ഗാർഡ്സ് എല്ലാം എൻ്റെ പുറകെ വരും, മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുന്ന എല്ലാവൻ്റെയും തലയരിയണമെന്നും പറഞ്ഞ് ഡേമൺ നടപ്പാതയ്ക്ക് നടുവിലായിട്ട് ചെന്ന് നിൽക്കുകയാണ്. വന്നത് മറ്റാരുമല്ല, ഓട്ടോയും അയാളുടെ കുറെ കിങ്സ് ഗാർഡും. ഓട്ടോ വന്നിട്ട് പറയും, എന്നെ റാണി ആലിസൻ്റ് അയച്ചതാണ്, രാജാവിൻ്റെ അമ്മ. എനിക്ക് പ്രിൻസസുമായിട്ട് നേരിട്ട് സംസാരിക്കണം. എവിടെ അവർ? ഞാൻ സന്ദേശവുമായി വന്നതാണ്. എവിടെ അവർ? ആ ഡേമൻ്റെ നോട്ടം കണ്ടോ? എന്താല്ലേ ആ മുടി പറക്കുന്നു, പുറകിലെ ഡ്രാഗൺ പറന്നു വരുന്നു. എന്താടാ തന്തേ, തല അരിഞ്ഞു കളയെന്ന് പറഞ്ഞ പോലെയാണ് ചെക്കൻ നിൽക്കുന്നത്. റിനീറ തൻ്റെ സ്വർണ്ണ ഡ്രാഗണുമായിട്ട് പറന്നു വന്ന് ഇവരെ പേടിപ്പിച്ച് അവരുടെ പുറകിൽ ചെന്ന് ഡ്രാഗനെ നിർത്തിയിട്ട്, കണ്ടോടാ ഞങ്ങളുടെ ഡ്രാഗൺ എന്ന രീതിയിൽ അവൾ ഇറങ്ങി നടന്നു വരും. ധൈര്യമായിട്ട് ഈ പിള്ളേരെ ഒന്നും പേടിക്കുന്നില്ല പെണ്ണ്. ഞാനിപ്പോൾ രാജകുമാരിയല്ല, റാണിയാണ്. ഐ എം ക്വീൻ റനേറ നൗ. നിങ്ങളെല്ലാം രാജകസേരയുടെ ചതിയന്മാര്. പറയ്, എന്താണ് വേണ്ടത്? ഓട്ടോ പറയും, ഞാൻ കിങ് ഏഗന്റെ സന്ദേശവുമായിട്ടാണ് വന്ന്. അദ്ദേഹം ചില ടേംസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. സമാധാനത്തിന് വേണ്ടി ഏഗന്റെ സ്ഥാനം നിങ്ങൾ അംഗീകരിക്കുക, മുട്ടുമടക്കുക. അതിനു ബദലായി ഈ ഡ്രാഗൺ സ്റ്റോൺ രാജാവ് നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾക്ക്, പ്രിൻസ് ഡേമനും നിങ്ങളുമായുണ്ടാകുന്ന കുട്ടികൾക്ക് കോർട്ടിൽ ഒരു പ്ലേസും ഉണ്ടാവും. ചായ ഒഴിച്ചു കൊടുക്കാനുള്ള ജോലിയൊക്കെ, കബ്ബേറർ, അതിനുള്ള സ്ഥാനമൊക്കെ അവർക്കുണ്ടാവും. അത് കേട്ട് ഡേമൻ പറയും, നിന്റെ ആ സുനാപ്പി പയ്യന് ചായ ഒഴിച്ചു കൊടുക്കുന്നതിലും ഭേദം ഞാൻ എൻ്റെ പിള്ളേരെ ഡ്രാഗണ് തിന്നാൻ കൊടുക്കും. ഇതാണോടാ നിന്റെയൊക്കെ ടേംസ്? സമ്മതമല്ല. അതിന് ഓട്ടോ, നിങ്ങൾ ആരെയാണ് എതിർക്കുന്നത്? രാജാവിനെ നാട് അംഗീകരിച്ചു കഴിഞ്ഞു. സ്റ്റാർക്ക്, ടള്ളി, ബറാത്തിയൻ എല്ലാവരും ഞങ്ങളുടെ അലൈസാണ്. അത് കേട്ട് റനീറ പറയും, സ്റ്റാർക്ക്, ടള്ളി, ബറാത്തിയൻ അവരെല്ലാം എനിക്ക് വേണ്ടി പ്രതിജ്ഞെടുത്തവരാണ്. ദേ സ്വർ ആൻ ഓത്ത് ടു മീ. അതിന് ഓട്ടോ പറയും, പ്രിൻസസ്, ഈ പ്രതിജ്ഞകളൊന്നും ഒരാളെ രാജകസേരയിൽ ഇരുത്തില്ല. എപ്പോൾ നിങ്ങളുടെ അച്ഛനൊരു മകൻ പിറന്നോ അന്ന് തന്നെ നിങ്ങളുടെ വാഴ്ച മാറിക്കഴിഞ്ഞു. അത് മനസ്സിലായില്ലേ കൊച്ചെ? റിനീറ ദേഷ്യപ്പെട്ട് ഓട്ടോടെ നെഞ്ചത്തിരിക്കുന്ന ഹാൻഡ് ഓഫ് കിങ് ആ സിമ്പല് വലിച്ചെറിഞ്ഞിട്ട് പറയും, നീ ഒരിക്കലും ഒരു ഹാൻഡ് ഓഫ് കിങ് ആവാൻ യോഗ്യതയില്ലാത്തവനാണ്, ചതിയ. നീ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു. സോ പെണ്ണ് കത്തി തന്നെയാണ് നിൽക്കുന്നത്. അവൾ മുട്ടുമടക്കാൻ പോകുന്നില്ല. സോ 23ാമത്തെ അടവെടുക്കുകയാണ് അപ്പച്ചൻ. മേസ്ട്ര വിളിക്കും. മേസ്ട്ര കയ്യിൽ നിന്ന് ഒരു പേപ്പർ തുണ്ട് അപ്പച്ചൻ റിനീറയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് പണ്ട് നമ്മുടെ പെണ്ണും ആലിസന്റും കൂട്ടുകാരികളായിരുന്നപ്പം ഇവള് കീറിയെടുത്ത പീസായിരുന്നു ഒരു പുസ്തകത്തിൽ നിന്ന്. അത് ഇന്നും ആലിസന്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സൗഹൃദവും അവളുടെ മനസ്സിലുണ്ടാവണം. അത് കാണുമ്പോൾ റിനീറ ഇമോഷണൽ ആവും. ആലിസന്റ് ഇന്നും തന്റെ കൂട്ടുകാരിയെ പ്രതീക്ഷിക്കുന്നുണ്ട്. സമാധാനമാണ് അവൾക്ക് വേണ്ടത്. പുറകിൽ നിന്ന് ഡേമനാണെങ്കിൽ അതെന്ത് തോന്നിയാസാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സംസാരമൊന്നുമില്ല. പഴയ റാണിക്ക് അവളുടെ അപ്പന്റെ തല ഞാൻ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് ഡേമൻ വാളൂരി പുറത്തേക്ക് എടുക്കും. ഉടനെ ഡ്രാഗണും തൊള്ളയിടുന്നുണ്ട്. പേരി ഖുഷിയാവുന്നുണ്ട് ഡ്രാഗൺ. കടിക്കും ഞാൻ അവന്മാര്. എന്നാൽ റനീറ, വേണ്ട, ഇപ്പൊന്നും ചെയ്യരുത്, നാളെ കാലത്ത് എന്റെ മറുപടി ഞാൻ അറിയിക്കാന്ന് പറഞ്ഞിട്ട് അവളങ്ങ് മാറിപ്പോകും. സോ പെണ്ണിന്റെ മനസ്സ് അലിഞ്ഞു പഴയ കൂട്ടുകാരിയുടെ കത്ത് കണ്ടപ്പോൾ. എന്നാൽ അകത്ത് വന്ന ഡേമൻ പറയും, ഓട്ടോ ബുദ്ധിയില്ലാതെയല്ല ഈ 24 അടവെടുത്ത്, കാരണം നമ്മുടെ കയ്യിലാണ് ഡ്രാഗൺസ് കൂടുതലെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ അവന്റെ പ്രത്യേക ബുദ്ധി ഉപയോഗിച്ച. അത് കേട്ട് റിനീറ പറയും, എന്താണെങ്കിലും ഡ്രാഗൺസിനെ പറത്തിക്കൊണ്ടുള്ളൊരു യുദ്ധം ഞാനത് ചെയ്യാൻ പോകുന്നില്ല. ഡ്രാഗൺസ് പറന്നാൽ പിന്നെ ഈ ഭൂമിയിൽ എല്ലും ചാമ്പലും മാത്രമായിരിക്കും ബാക്കി. അതല്ല വേണ്ടത്. ഒരു റാണി, പ്രൊട്ടക്ടർ ഓഫ് ദ റെല്ലാം, അവളുടെ കടമ ഈ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കേണ്ടതാണ്, കത്തിച്ച് ചാമ്പലാക്കലല്ല. ഇത് കേട്ട ഡേമൻ, ഇതന്നെയാണ് നിന്റെ തന്തയും കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല, ഉറപ്പുണ്ടായിരുന്നില്ല. അവസാന ആ ചങ്ങായുടെ അവസ്ഥ നീ കണ്ടതല്ലേ? നമ്മുടെ ശത്രുക്കൾ യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിന്റെ അപ്പന്റെ പഴയ സംഭാഷണവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ റിനീറ ബാക്കിയുള്ള എല്ലാവരെയും ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും. എന്നിട്ട് ഡേമനോട്, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ഉദ്ദേശിക്കുന്നത്? ഡേമൺ, അവര് നിന്റെ ജനനാവകാശം, ബർത്ത് റേറ്റാണ് അടിച്ചു മാറ്റിയത്. എല്ലാം അറിഞ്ഞുകൊണ്ട് നിന്നെ ചതിക്കുന്ന അവന്മാരോട് നിനക്ക് ദേഷ്യമില്ലേ? നീ മണ്ടിയാണോ? ഇത് കേട്ട് റിനീറ പറയും, ദേഷ്യം വന്ന ഉടനെ ഞാനൊരു വാർ ഡിക്ലെയർ ചെയ്യണോ? യുദ്ധം തുടങ്ങണോ? അതാണോ എൻ്റെ ജോലി? എൻ്റെ ദേഷ്യത്തിനൊത്ത് ഞാൻ യുദ്ധം ചെയ്യുക, ഈ ജനങ്ങളെ കൊന്നൊടുക്കുക. ആ പ്രതിജ്ഞയല്ല ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞതുപോലെ ആ നീണ്ട ഇരുണ്ട രാത്രികൾ വരാൻ പോകുന്നു. അതിനുവേണ്ട തയ്യാറെടുപ്പുകളാണ് ഞാൻ ചെയ്യേണ്ടത്. അതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. എന്നെ അടുത്ത അവകാശിയായിട്ട് അച്ഛൻ പ്രഖ്യാപിക്കുമ്പോൾ ഈ കാര്യമാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. ഉടനെ ഡേമൺ റിനീറയുടെ കഴുത്തി പിടിച്ചിട്ട്, എൻ്റെ സഹോദരൻ ഒരു അടിമയായിരുന്നു. അവൻ ചെയ്യുന്ന മണ്ടത്തരങ്ങൾക്ക് അവൻ കാരണങ്ങൾ കണ്ടുപിടിച്ചു. സത്യമല്ലാത്ത സ്വപ്നങ്ങളും കണ്ടു. സ്വപ്നങ്ങളല്ല നമ്മളെ രാജാവാക്കിയത്.
ഡ്രാഗൺസ് ആണ്. ടാർഗേരിയൻസിനെ രാജാവാക്കിയത് ഡ്രാഗൺസ് ആണ്, നിനക്കതറിയില്ലടി എന്നും പറഞ്ഞ് ടീമൻ അവളുടെ കഴുത്തിൽ നിന്ന് കൈയെടുക്കുമ്പോൾ റിനേറ ഞെട്ടി, നിന്നോട് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവളുടെ ഡാഡി ടീമിനോട് എന്തോ പറഞ്ഞിട്ടുണ്ട്, ടീമിനത് അറിയാം. ഒരുപക്ഷെ ഈ വിന്റർ ഈസ് കമ്മിങ് എന്നാണോ പറഞ്ഞത്, അതും അറിയാൻ പാടില്ല. എന്തായാലും ആവട്ടെ, നോക്കാം. ഇവിടെ സീ സ്നേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ശരീരമൊക്കെ അടിച്ചു പൊളിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ ഭാര്യ മുന്നിരിപ്പുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഭാര്യ കണ്ണു തുറന്നിട്ട് ചൂടാവുകയാണ്. നീ എന്നെ തനിച്ച് വിട്ടിട്ട് പോയല്ലടാ 6 വർഷം. എന്റെ പിള്ളേരും ചത്തുപോയി. നീ എന്നെ ഒഴിവാക്കി കടല് തണ്ടാൻ ഇറങ്ങി. എനിക്ക് നീ വേണമായിരുന്നു. എനിക്ക് സഹായത്തിന് ആരുമില്ലായിരുന്നു. പണ്ടേ താനിങ്ങനെയല്ലേ, ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നീ ഞങ്ങളെല്ലാവരെയും ഒഴിവാക്കും. അപ്പൊ കെട്ടിയോൻ പറയാണ്, ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി പെണ്ണെ, നമുക്കെല്ലാം പോയി. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നു? ഇനി എനിക്ക് വയ്യ എങ്ങോട്ടും പോകാൻ. പുതിയ രാജാവൊക്കെ വന്നെന്ന് കേട്ടു. എന്താണ് നാടിന്റെ അവസ്ഥ? ഭാര്യ പറയും, അതെ, പുതിയ രാജാവാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ സഹോദരനും മരണപ്പെട്ടു. നിങ്ങളുടെ സഹോദരന് നിങ്ങളുടെ സ്ഥാനം വേണമായിരുന്നു. ആ സ്ഥാനം ചോദിച്ച് രാജസദസ്സിൽ നിൽക്കുമ്പോൾ അയാൾ റിനേറയുടെ മക്കളെ തന്റെ കുടുംബത്തിലുള്ളതല്ലാന്നും പറഞ്ഞ് പിഴച്ചവളെന്ന് പറഞ്ഞ് അപമാനിച്ചു. ഡേമൻ അയാളുടെ കഴുത്ത് വെട്ടി. ഇത് കേട്ട് വിസേരിസ് പറയും, അല്ലെങ്കിൽ ഈ വെലാരിയന്മാര് അനാവശ്യ അത്യാഗ്രഹം കൊണ്ട് ചാവുന്നവന്മാരാ. എനിക്കും ഉണ്ടായിരുന്നല്ലോ രാജകസേരയോട് മോഹം. അത് അവസാനിച്ചു പെണ്ണെ, എല്ലാം അവസാനിച്ചു. ഇനി അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഹൈറ്റൈഡിലേക്ക് തിരിച്ചു പോകാം. ഇനി ബാക്കിയുള്ളത് 2 പേരക്കുട്ടികളല്ലേ, നമുക്ക് അവിടെ ചെന്ന് അവരെ വളർത്താം. ഇനി ഒരാഗ്രഹവും നമുക്ക് വേണ്ട. അത് കേൾക്കുമ്പോൾ റെയ്നിസ് പറയും, നമ്മുടെ പിള്ളേര് സേഫ് അല്ല. ഏകൻ രാജാവായിരിക്കുമ്പം എക്കാലത്തും നമ്മുടെ പിള്ളേര് സേഫ് അല്ല. കാരണം രാജകസേരയ്ക്ക് നമ്മുടെ പിള്ളേരും അവകാശികളാണ്. അവരുമായിട്ട് നമുക്ക് എവിടെ ചെന്നാലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല, ഇതിനൊരു അവസാനം ഉണ്ടാക്കാതെ. ഇത് കേൾക്കുമ്പോൾ വെലാരിയൻ പറയും, ആ പെണ്ണ് റിനേറ, അവളാണ് എല്ലാത്തിനും കാരണം. അവള് തൊട്ടതെല്ലാം നശിപ്പിച്ചിട്ടേ ഉള്ളൂ, നമ്മുടെ കുടുംബം ഇല്ലാതാക്കി. അത് കേൾക്കുമ്പോൾ റെയ്നിസ് പറയും, ആ മോശപ്പെട്ട പെണ്ണാണ്, നിങ്ങൾ പറഞ്ഞ മോശപ്പെട്ട പെണ്ണാണ്. ഒരു യുദ്ധം നടക്കല്ലേ, ജനങ്ങൾ മരിക്കരുതേ എന്ന് പറഞ്ഞ് വാറിനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. അവൾക്ക് ചുറ്റുമുള്ള എല്ലാവരും വാർ ഡിക്ലെയർ ചെയ്യാൻ പറയുമ്പോഴും റിലം കാത്ത് സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന അവള് മാത്രമാണ്. ഒരു യുദ്ധം ആഗ്രഹിക്കാത്ത അവള് മാത്രമാണ്. ഏകന്റെ കൂടെ നിന്നാൽ നമ്മുടെ ഹൗസ് എന്നും ഭീഷണിയിലായിരിക്കും. ഇവരുടെ ശരിയായിട്ടുള്ള ചോയ്സ് ഇപ്പോൾ റിനേറ തന്നെയാണ്. സോ വെലാരിയൻ തന്റെ ഭാര്യയും കൂട്ടി റിനേറയുടെ കൗൺസിലിലേക്ക് വരികയാണ്. അച്ഛന്റെ മരണത്തിൽ കണ്ടോളൻസ് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പുള്ളിക്കാരന്റെ അനിയൻ മരിച്ചതിന് ഞാനും അനുശോചനങ്ങൾ അറിയിക്കുന്നു എന്ന് റിനേറയും പറയുന്നു. അവിടെ ഡേമൻ ഇല്ല. രണ്ടുപേരും തമ്മിൽ അടിയാലൊന്നിച്ച് ഡേമൻ മാറിപ്പോയിരിക്കുക. നമുക്ക് അലൈസ് ആരൊക്കെയാണുള്ളത് എന്ന് വെലാരിയൻ ചോദിക്കും. റിനേറ പറയും, ആരിൻ, ബറാത്തിയോൺ, സ്റ്റാർക്ക്, അവരൊക്കെ അലൈസ് ആയിട്ട് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോപ്പ്, യുദ്ധത്തിൽ അലൈസ് എന്ന പ്രതീക്ഷ മണ്ടന്മാർക്ക് മാത്രമാണ് ഉണ്ടാവുള്ളൂ. റിനേറ പറയും, ആരിൻ, ബറാത്തിയൻ, അവരെല്ലാം എനിക്ക് വേണ്ടി പ്രതിജ്ഞ ചെയ്തവരാണ്. അത് കേൾക്കുമ്പോൾ വെലാരിയൻ, അങ്ങനെയാണെങ്കിൽ പച്ചപ്പടയും നിങ്ങൾക്ക് വേണ്ടി, ഹൈടവറും നിങ്ങൾക്ക് വേണ്ടി പ്രതിജ്ഞ എടുത്തവരല്ലേ, എന്നിട്ട് അവര് കൂറുമാറിയില്ലേ? അപ്പൊ റിനേറ, ലോർഡ് കോളിസ്, നിങ്ങളും കൂറുമാറിയവരല്ലേ, എനിക്ക് വേണ്ടി പ്രതിജ്ഞ എടുത്തവരല്ലേ? അങ്ങനെ സംഭവിക്കും. അതിന് വെലാരിയൻ ഒന്നും മിണ്ടുന്നില്ല. വെലാരിയൻ നോക്കുമ്പം ഇവളുടെ 2 പിള്ളേരും ഇയാളുടെ 2 പേരപ്പിള്ളേരും തമ്മിൽ നല്ല മാച്ചുണ്ട്. അപ്പൊ ഒരു ഫ്യൂച്ചർ അവിടെ കാണുന്നുണ്ട്. ശരി, അതായിക്കോട്ടെ. നമ്മുടെ ഹൗസസ് കാലാകാലങ്ങളായി ഒരേ രക്തമാണ് പങ്കിട്ട് വരുന്നത്. ചെറിയ അടിപിടിയും കൊലപാതകമൊക്കെ ഉണ്ടായി, ശരി, അത് പോട്ടെ. പക്ഷെ ഇപ്പോ അവര് ചെയ്തത് പുറകീന്ന് കൊത്തിയതാണ്, ട്രീസൺ, പെരിഞ്ചതി. അതിന് എന്റെ കുടുംബം ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇവിടെ ന്യായമാണ് വേണ്ടത്. ഞാൻ വാക്കുമാറുന്നില്ല. എന്റെ കപ്പലും പടയും വീടും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു, മൈ ക്വീൻ. അതിന് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യും. വീണ്ടും ചേച്ചി ചിരിക്കുന്നുണ്ടേ. ഹായ്, ഇഷ്ടായോ? റിനേറ പറയാണ്, ഞാൻ എൻ്റെ അച്ഛനോട് പ്രോമിസ് ചെയ്തിരുന്നു റിലം സ്ട്രോങ് ആയും യുണൈറ്റഡ് ആയും കൊണ്ടുപോകുമെന്ന്. അതുകൊണ്ട് ഉടനെ വലിയൊരു യുദ്ധത്തിന് ഞാൻ തയ്യാറല്ല. ആദ്യം ഈ രാജ്യത്ത് എനിക്ക് അലൈസായിട്ട് ആരൊക്കെയാണുള്ളത് എന്നറിയണം. അത് കഴിഞ്ഞ് പടിപ്പടിയായി നമുക്ക് മൂവ്മെന്റ് നടത്തിയാൽ മതി. ശരിയെന്ന് പറഞ്ഞിട്ട് വെലാരിയൻ അയാളുടെ ഒരു പ്ലാൻ പറയുന്നു. തന്റെ കപ്പൽ പടകൾ കൊണ്ട് കിങ്സ് ലാൻഡിങ്ങിനും ഡ്രിഫ്റ്റ് മാർക്ക് ഡ്രാഗൺസ് ഇതിന്റെ ഇടയിലുള്ള സ്ഥലത്ത്, കടല് കീറി കിടക്കുന്ന സ്ഥലത്ത്, അതിലൂടെയാണ് കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോകുന്ന ചരക്ക് ഇറക്കുമതിയും ഒപ്പം ട്രേഡിങ്ങും നടക്കുന്ന. ഇവർ ആ സ്ഥലം കപ്പൽ കൊണ്ട് ബ്ലോക്ക് ചെയ്താൽ പിന്നെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് ഒരു കയറ്റുമതിയും ഇറക്കുമതിയും ഉണ്ടാവില്ല. ആ നാട് ഫ്രീസ് ആവും. ഉടനെ റെയ്നിസ്, ഞാൻ എൻ്റെ ഡ്രാഗണുമായി പറന്ന് കപ്പൽ പടകൾക്ക് അതിന്റെ വഴി കാണിച്ചു കൊടുക്കാം. നമുക്കിപ്പോ കിങ്സ് ലാൻഡിങ്ങിനെ സറൗണ്ട് ചെയ്യാൻ പറ്റും. റെഡ് കീപ്പ് സീജ് ചെയ്ത് പച്ചക്കുടുംബത്തെ നമ്മുടെ അടിമകളാക്കാം, അല്ലെങ്കിൽ ഇല്ലാതാക്കാം. കപ്പലുണ്ട്, ഡ്രാഗൺസും ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? അത് കേട്ട് റിനേറ പറയും, കാത്തിരിക്കൂ. ആദ്യം അവിടുത്തെ കയറ്റിറക്കുമതി അത് ബ്ലോക്ക് ചെയ്യാം. അതിനോടൊപ്പം തന്നെ വിന്റർഫെൽ, ഏറി, സ്റ്റോമെന്റ്, ഇവിടേക്കെല്ലാം ആ ലോഡുമാരുടെ സപ്പോർട്ട് നമ്മൾ കാണോ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയുള്ള റേവൻസ് കൊടുത്തുവിടണം. ഇത് കേൾക്കുമ്പോൾ ജഹേരിസ് മൂത്ത മകൻ അമ്മയോട് പറയണം, അമ്മേ, റേവൻസിനെക്കാട്ടിലും വേഗത്തിൽ ഡ്രാഗൺസിന് പറക്കാൻ കഴിയും. ഞങ്ങൾ തന്നെ നേരിട്ട് പോകാം. അതാകുമ്പോൾ ഹൈടവർ കുടുംബം
ഈ ലോഡുമാരുടെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് അവിടെ എത്താലോ. ഇത് കേട്ട് വെല്ലാരിയനും ചെറുക്കം പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അമ്മ സമ്മതിക്കും. എന്നാ പിന്നെ പ്രിൻസ് ചെഹേരിയസ് നോർത്തിലേക്കും ലുസേരിയസ് സൗത്തിലേക്കും പോട്ടെ. ചെഹേരിയസ് അമ്മയുടെ കസിന്റെ ലേഡി ജേനേരിൻ അവരെയും ചെന്ന് കണ്ടിട്ട് അതിനൊപ്പം തന്നെ വിന്റർഫെല്ലിൽ ചെന്ന് ക്രീഗൻ സ്റ്റാർക്കിനെയും ചെന്ന് കാണുക. ലുസേരിയസ് സ്റ്റോമെന്റിലേക്ക് പോകണം, ബറാത്തിയൻ കുടുംബത്തെ കാണണം. അവരുടെ പ്രതിജ്ഞ ഒരിക്കലും മറക്കരുത് എന്നത് ഓർമ്മിപ്പിക്കുക. ആരുടെ കൂടെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ള വിവരവും എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കുക. അങ്ങനെ ഇതും പറഞ്ഞ് മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ അമ്മ 2 പിള്ളേരെയും ഒരുക്കി പറഞ്ഞു വിടാണ് നോർത്തിലേക്കും സൗത്തിലേക്കും. അമ്മ മക്കളോട് പറയും, ടാർഗേരിയൻസ് സാധാരണ ജനങ്ങളെക്കാൾ വിശിഷ്ടരാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തോളൂ, നമുക്ക് ഈ 7 രാജ്യത്തിനും സേവനം ചെയ്യണമെങ്കിൽ ഈ 7 രാജ്യക്കാരുടെയും ദൈവത്തിനും കൂടി നമ്മൾ മറുപടി പറയണം. അവരുടെ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ പോരാളികളായിട്ടല്ല പോവുക, മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ് പോവുക. സോ ഇപ്പം നിങ്ങൾ പോകുന്നത് മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ്. ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ലെന്ന് പുസ്തകത്തിൽ തൊട്ട് സത്യം ചെയ്യാൻ പറയും. 2 പിള്ളേരും തൊട്ട് സത്യം ചെയ്യുന്നുണ്ട്. അമ്മ ചെഹേരിസിനോട്, ക്രീഗൻ സ്റ്റാർക്കിന് നിന്റെ പ്രായമേ, നിങ്ങൾ 2 പേരും നല്ല കൂട്ടുകാരാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പോയി വരൂ മകനെ എന്ന് പറഞ്ഞ് ആശംസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലുസേരിസിനോട് പറയും, ബറാത്തിയൻ കുടുംബത്തിലേക്കാണ് നീ പോകുന്നത്, പേടിക്കണ്ട, ആരും നിന്നെ ഉപദ്രവിക്കില്ല, കാരണം നിന്റെ ശരീരത്തും ബറാത്തിയൻ രക്തമാണ് ഓടുന്നത്. പണ്ട് ദേവാസുരത്തിൽ ജോലിക്കാരൻ ലാലേട്ടനോട് പറയില്ലേ, ഈ ശരീരത്തും രാജരക്തം തന്നെയാണ് ഓടുന്നത്, ഏതാണ് രാജാവെന്ന് മാത്രം പറഞ്ഞില്ല. സോ അമ്മ ഇവിടെ മകനോട് പറയാണ്, പേടിക്കൊന്നും വേണ്ട, ആ രക്തം തന്നെയാണ് നിനക്കുള്ളത്. ലോർഡ് ബൊറോസ് ഒരു അഭിമാനിയാണ്, നിന്നെ കൈകൾ നീട്ടി സ്വീകരിച്ചോളും, ധൈര്യമായി പോയി വരൂ മകനെ. യെസ് മദർ, യുവർ ഗ്രേസ്. അങ്ങനെ അമ്മയ്ക്ക് ഭയം പറഞ്ഞ് മഞ്ഞസഞ്ചിയും തൂക്കി ഡ്രാഗന്റെ പുറത്ത് കയറി പിള്ളേര് യാത്രയാവുകയാണ്. പുറകെ റെയ്നീസ് അമ്മൂമ്മയും പോകുന്നുണ്ട് കപ്പൽ പടകളെ നയിക്കാൻ. 3 ഡ്രാഗണും അവിടുന്ന് പറന്നു പോകുമ്പോൾ ഇവിടെ ടീമൻ ആയോ എന്നൊരു പാട്ടും പാടി റാന്തലും കൊളുത്തി ഡ്രാഗൺ പിറ്റിനകത്തേക്ക് വരുന്നു. ഒരു വലിയ കരിയൻ ഡ്രാഗൺ, വെറും സാധനം, അതിങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതാരതാണെന്ന് അറിഞ്ഞില്ല. നോക്കാം, കാത്തിരിക്കാം നമുക്ക് അറിയാൻ വേണ്ടി. ഇവിടെ ലുസേരിസ് ചെറിയ മോൻ ബറാത്തിയൻ ഹൗസിലേക്ക് വന്നിറങ്ങിക്കഴിഞ്ഞു. ഇവൻ തന്റെ കൊച്ചു ഡ്രാഗണിൽ വന്ന് ഇറങ്ങിയിട്ട് കൊട്ടാരത്തിനകത്തേക്ക് പോകുമ്പോഴാണ് പെരുത്തൊരു ഡ്രാഗൺ തലയും കുലുക്കി നിൽക്കുന്നത് കാണാം. ചെറുക്കൻ അപ്പം തന്നെ പേടിക്കും. എന്തായാലും ഞാൻ ക്വീനിന്റെ മെസ്സേജുമായി വന്നിരിക്കുകയാണ്, എനിക്ക് ലോർഡ് ബൊറോസിനെ കാണണമെന്ന് പറഞ്ഞ് കമാൻഡേഴ്സുമായി ഇവൻ അകത്തേക്ക് പോകുന്നു. അവിടെ ലോർഡ് ബൊറോസ് ഇരിപ്പുണ്ട്. ഈ ബറാത്തിയനുകളും അത്ര രസമുള്ള ടീമല്ല. നോക്കാം. എന്തായാലും അകത്ത് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൻ അവൻ ഒത്തൊരു പെണ്ണിന്റെ അടുത്ത് സൊള്ളിക്കൊണ്ട് നിപ്പുണ്ടാവും, എന്തോ വശപ്പശ കൊണ്ട്. കൊച്ചുപയ്യൻ പറയും, ഐ ബോട്ട് യു എ മെസ്സേജ് ഫ്രം മൈ മദർ ദ ക്വീൻ. ഇത് കേട്ട് ലോർഡ് ബൊറോസ്, ദ ക്വീൻ? റാണിയോ? കാലത്തൊരു രാജാവിന്റെ മെസ്സേജ് വന്നു, ഇപ്പൊ ഇതാ റാണിയുടെ മെസ്സേജ്. ഞാൻ ആർക്കാണ് എന്തിനാണ് മറുപടി കൊടുക്കേണ്ടത്? എന്താണ് പയ്യ മെസ്സേജ്? മേസ്റ്റർ എവിടെ? ആ മെസ്സേജ് വായിക്കൂ. മേസ്റ്റർ വന്നിട്ട് മെസ്സേജ് വായിക്കും. പറഞ്ഞ ഓത്ത് പ്ലഡ്ജ് അത് പാലിക്കണം ഓരോ ഹൗസും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഭവിഷ്യത്തുണ്ടാകും എന്നാണ് മെസ്സേജ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രതിജ്ഞയോ? എൻ്റെ അച്ഛനെടുത്ത പ്രതിജ്ഞ. അതെന്നെ ഓർമ്മിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് കിങ് ഏഗൺ ഒരു പ്രപ്പോസലുമായി വന്നു, എൻ്റെ മൂത്ത മോളെ കെട്ടാന്ന് പറഞ്ഞു. നീ എന്ത് ഓഫറുമായിട്ടാണ് ചെറുക്കാ വന്നിരിക്കുന്നത്? എൻ്റെ കുടുംബം നിന്റെ അമ്മയ്ക്ക് അലയാകണമെങ്കിൽ നീ എൻ്റെ ഈ 3 പിള്ളേരിൽ ബാക്കിയുള്ള 3 പെണ്ണുങ്ങളിൽ ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്? പറയും. അപ്പൊ കൊച്ചുപയ്യൻ പറയും, മൈ ലോർഡ്, ഐ എം നോട്ട് ഫ്രീ ടു മാരി. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. എൻ്റെ കെട്ടുറപ്പ് ഓൾറെഡി കഴിഞ്ഞതാ, നിശ്ചയം കഴിഞ്ഞതാ. ഇനിയെല്ലാം കുടുംബ തീരുമാനം. ഇത് കേൾക്കുമ്പോൾ ലോർഡ് ബൊറോസ്, അപ്പൊ നീ കയ്യും വിരിച്ചു പിടിച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, നിന്റെ കയ്യിലൊന്നുമില്ല. എന്നാ കുഞ്ഞു പപ്പി നേരെ വീട്ടിലേക്ക് ഓടിപ്പോയിക്കോ. ഈ ലോർഡ് ബൊറോസ് നിന്റെ അമ്മയുടെ വാലാട്ടി പട്ടിയല്ല എന്ന് പറഞ്ഞേക്ക്. എന്റെ ഉറപ്പ് ഞാൻ ഏഗൺ ടാർഗേരിയന് കൊടുത്തു കഴിഞ്ഞു. പയ്യൻ അതിന് എതിർപ്പൊന്നും പറയുന്നില്ല. ഈ മെസ്സേജ് ഞാൻ എൻ്റെ അമ്മയായ റാണിക്ക് എത്തിക്കുന്നുണ്ട്. പോയി വരാം മൈലോടെന്ന് പറഞ്ഞ് ഇവൻ ഇറങ്ങിപ്പോകാൻ നിൽക്കവേ ഏഗൺ, അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? കൊച്ചു പ്രിൻസ്, എൻ്റെ സഹോദരന്റെ രാജസ്ഥാനം തട്ടിയെടുക്കാൻ വന്നവരല്ലേ നിങ്ങൾ, എന്നിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? അതിന് മറുപടി ലുസേരീസ് പറയും, ഞാൻ ഒരു മെസ്സഞ്ചറായിട്ടാണ് വന്നിരിക്കുന്നത്, തൻ്റെ കൂടെ തല്ലുകൂടില്ല, എന്നെ പോകാൻ അനുവദിക്കും. എന്നാൽ ഏഗൺ വിടില്ല. ഒരു കണ്ണിൻ്റെ മറുകണ്ണല്ലേ, നിനക്ക് തിരിച്ചു പോകാം, പക്ഷേ നിന്റെ ഒരു കണ്ണ് തന്നിട്ട്, എനിക്ക് നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന് നിന്റെ ഒരു കണ്ണ് തന്നിട്ട് ഇറങ്ങിപ്പോയിക്കോ, ഞാൻ എതിർക്കുന്നില്ല. ഇതും പറഞ്ഞ് ഏഗൺ കത്തിയെടുത്ത് ചെറുക്കൻ്റെ നേരെ ഓടി വരുവാണ്. അപ്പോഴത്തേക്കും ലോർഡ് ബോറോസ് എഴുന്നേറ്റിട്ട്, യു ബ്ലഡി ബോയ്സ്, ഇത് എൻ്റെ കുടുംബം, എൻ്റെ വീട്. ആ പയ്യൻ വന്നിരിക്കുന്നത് ഒരു മെസ്സഞ്ചറായിട്ടാണ്. നിന്റെ തോന്നിയാസവും ചെറ്റത്തരവും പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചോളൂ, എൻ്റെ വീടിനകത്ത്, എൻ്റെ കോമ്പൗണ്ടിനകത്തരുത്. ഏഗൺ എടുത്ത കത്തി തിരിച്ച് മറച്ചു വെക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചുപയ്യൻ ലുസേരീസ് ആണെങ്കിൽ പേടിച്ചോടിച്ചെന്ന് ഡ്രാഗന്റെ പുറത്ത് കയറും. ഒന്നാമത് അമ്മ അടിയുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ കൊച്ചുപയ്യനുമാണ്, അങ്ങനെ ഒന്നിനെ എതിർക്കാനോ അടിയുണ്ടാക്കാനോ ഒന്നും ആയിട്ടില്ല.
പറ്റുന്ന വേഗത്തിൽ രക്ഷപ്പെട്ടു പോവുക. അവൻ ഡ്രാഗണും എടുത്ത് പറക്കാൻ തുടങ്ങും. കോരിച്ചൊരിയുന്ന മഴയും കൊടുങ്കാറ്റും പണ്ടാരം. പെട്ടെന്നാണ് പൊടുന്നനെ മോളീന്ന് ഏമണ്ടിന്റെ ഇടയ്ക്ക് ഏകണ്ണ് മാറ്റി പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക, ഏമണ്ട കണ്ണന്റെ ആ പെരുത്ത ഡ്രാഗൺ ഈ കൊച്ചു ഡ്രാഗണെ പിടിക്കുന്നത് പോലെ ഒന്ന് പേടിപ്പിക്കുക. എന്നിട്ട് ആ ഒറ്റക്കണ്ണൻ രസിക്കുന്നുണ്ട്. ഇവനെ പേടിപ്പിച്ച് കളിപ്പിച്ച് ചെറുക്കൻ രസിക്കുകയാണ്. നമ്മുടെ കൊച്ച് കുഞ്ഞു ഡ്രാഗണയും കൊണ്ട് ഒരു വലിയ പർവ്വതത്തിന്റെ ഇടുക്കിലൂടെ ചിറകം മടക്കി പറന്ന് രക്ഷപ്പെടും. മറ്റേ പെരുത്ത ഡ്രാഗണെ പിടിക്കാൻ പറ്റില്ല. ശരി, അടിയെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പം ഈ കുഞ്ഞു പയ്യന്റെ ഡ്രാഗൺ ഉണ്ടല്ലോ, അത് ഒളിച്ചിരുന്ന് ഈ പെരുത്ത ഡ്രാഗന്റെ മോന്തയിലേക്ക് തീ തുപ്പിയിട്ട് പറന്നു പോകും. അത് ലുസേരിസ് പറഞ്ഞിട്ട് ചെയ്തതല്ല. ഈ ഡ്രാഗൺസിനും ഉണ്ടാവുമല്ലോ ഈഗോ. പെരുത്ത ഡ്രാഗൺ ചെറിയ ഡ്രാഗണെ പേടിപ്പിച്ചപ്പം ഈ ചെറുക്കൻ പറയാതെ തന്നെ ഡ്രാഗണ് ദേഷ്യം വന്ന് അത് തന്ത ഡ്രാഗണെ തീ തുപ്പി നോവിച്ചാണ്. എന്നാൽ ഈ തന്ത ഡ്രാഗൺ വെറുതെ വിടുവോ? അതിപ്പോ ഏമണ്ട് പറഞ്ഞത് കേൾക്കുന്നില്ല. വേഗാർ വേണ്ട എന്ന് ഏമണ്ട് പറയുന്നുണ്ട്. പക്ഷെ അവന്റെ വാക്ക് കേൾക്കാതെ കുഞ്ഞു ഡ്രാഗണ് നേരെ ചീറിപ്പായാണ്. ചെറുക്കൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പെരുത്ത ഡ്രാഗൺ വന്ന് ഒരൊറ്റ കടി 4 പീസായി പോയി ആ കുഞ്ഞു പക്ഷി. അതില് ഈ പയ്യൻ എന്ത് പറ്റി കാണും? പയ്യൻ ചതഞ്ഞരഞ്ഞങ്ങ് പോയി. അവനെ പെറുക്കിയെടുക്കാൻ പോലുമില്ല. വലിയൊരു തെറ്റ് പറ്റിപ്പോയി. ഏമണ്ട് ആകെ ഷോക്കായിട്ട് നിൽക്കാം. എന്തായാലും അവന്റെ പിഴവ. കട്ട് ചെയ്താൽ മകന്റെ മരണവിവരം അറിയിക്കാൻ വേണ്ടി ടീമൻ വരുന്നു റിനേറയുടെ അടുത്തേക്ക്. അവിടെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാവും സ്മാൾ കൗൺസിലിൽ. ടീമൻ അടുത്ത് വന്ന് അമ്മയോട് തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൻ കൊല ചെയ്യപ്പെട്ടു, പെറുക്കിയെടുക്കാൻ പോലുമില്ലാതെ നഷ്ടപ്പെട്ടുപോയി. റിനേറ അച്ഛൻ മരണപ്പെട്ട് ചാവുപിള്ളയെ പ്രസവിച്ച് ഇപ്പിയതാ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പെറ്റായിട്ടുള്ള കൊച്ചുമകൻ. ആ പാവം ചെറുക്കനെ പച്ചപ്പടയുടെ ഡ്രാഗൺ കടിച്ച് തുണ്ടാക്കി. യുദ്ധം വേണ്ട എന്ന് വെച്ച ആ സ്ത്രീയുടെ മുഖത്ത് പകയും വൈരാഗ്യവും മാത്രമാണ് കാണുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കുക? ആ വേദനയെല്ലാം ചേർത്ത് വലിയൊരടി ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കൂ. 2ാമത്തെ സീസണിലേക്ക് പോകാം. അടുത്ത നാൾ തന്നെ ഒരുപാട് രസകരമായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ വരാൻ പോകുന്നു. ആഴ്ചയിൽ ഇനി ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എന്നാ പിന്നെ സീരീസുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ സീരീസ്.